ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്കാണ്. നമ്മൾക്ക് ടീ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന, എപ്പോഴും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സോഫ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ബൗളിലേക്ക് 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ട നമുക്ക് ഉടച്ചൊഴിക്കാം. ഈ 4 മുട്ട നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. 4 കോഴിമുട്ടയാണ് എടുത്തത്. ഇതിലേക്ക് 250 ഗ്രാം ഷുഗർ പൊടിച്ചിട്ടില്ല പോലെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 2 അടപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ മുട്ടയുടെ മഞ്ഞ കളർ ഒന്നുമില്ല, നല്ല ക്രീം പോലെ വന്നിട്ടുണ്ട്. നല്ലപോലെ പതഞ്ഞ് വരണം. ഇതുപോലെ 230 ഗ്രാം മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ മൈദയും ബേക്കിംഗ് പൗഡറും നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്കിനി കുറേശ്ശെ വീതം നമ്മൾക്ക് ഈ അടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നിറച്ചില്ല കേട്ടോ, അത്രയും ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൂസാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. അത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഒഴിക്കണം. ഒരു ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ 1/4 ഭാഗം നമ്മൾക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ പാലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു ടെക്സ്ചർ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കേക്ക് ടിന്നിലേക്ക് ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മതി. ഇതിവിടെ മാറ്റി വെക്കാം. ബാക്കിയിരിക്കുന്ന മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം മുമ്പത്തേതിലും കുറച്ചുകൂടെ ടൈറ്റ് ആവും. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട്. ലൂസൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ കൊക്കോപ്പൊടി ചേർത്ത മിക്സ് നമ്മൾക്ക് ഇതിലേക്ക് മുകളിലേക്ക് ചുമ്മാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ. നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതിങ്ങനെ താന്നിട്ട് അതേപോലെ പൊങ്ങി വരും. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതിന് നമ്മൾക്ക് ചൂടൊക്കെ മാറിയിട്ട് പേപ്പറൊക്കെ ഒന്ന് കളയാം. ഇപ്പം ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഞാൻ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇപ്പം ഞാൻ മുഴുവനും ഇതുപോലെ മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പീസയിലും ഈ ചോക്ലേറ്റും ഉണ്ട്, വാനില ഫ്ലേവറിൻ്റെ ആ ഭാഗവും ഉണ്ട്. ഇതിനി നമ്മൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.